പണിക്കാരി എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സ്ത്രീലിംഗം. അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു. ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം സലിംഗ ബഹുവചനം. താഴെ കൊടുത്തവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദം അജ്ഞാനം. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം. വൃന്ദയുടെ വാക്കുകൾ എൻ്റെ കണ്ണുകൾ നിറയ്ക്കുന്നതായിരുന്നു. ഉചിതമായ മറുപടി. ഉരുളയ്ക്കുപ്പേരി. കൂട്ടത്തിൽ പെടാത്തത് ചത്രം. അമരത്തടത്തിൽ തവള കരയണം. ഈ പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൃഷിയുമായി. താഴെ കൊടുത്തവയിൽ ഉഗ്രം എന്ന വാക്കിന്റെ വിപരീതം ശാന്തം. പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതുക. പിൻ പ്ലസ് കാലം. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. ശരിയായ പദം കണ്ടെത്തുക. അക്ഷൗഹിണി. നാഴികയുടെ 1/60 പങ്ക് വിനാഴിക. പിരിച്ചെഴുതുക. പരമോച്ചനില, പരമ ഉച്ചനില. ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക. പ്രമാദം, വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. വിപരീത പദമേത്? ആധ്യാത്മം, ഭൗതികം. നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത് സത്യസന്ധമായി പെരുമാറുക. ചേർത്ത് എഴുതുക. കളം പ്ലസ് മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ. മലർക്കളം എഴുതിക്കാത്തോരരജൻ. വൈരി സ്ത്രീലിംഗം വൈരിണി. And it was at the age poetry arrived in search of me. ശരിയായ പരിഭാഷ. കവിത വന്നണഞ്ഞതെന്നെ തേടിയ പ്രായത്തിലാണ്. ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ തിരു പ്ലസ് അടി. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഞ്ചിക്കുക, ഉയർച്ച തടയുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ്? വൈദ്യർ. താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ആദരാഞ്ജലി. പ്രാചീനം എന്ന പദത്തിന്റെ വിപരീത പദം അർവാചീനം. മഞ്ഞ് എന്നർത്ഥം വരാത്തത് നിധനം. വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം, പാദമാകുന്ന പങ്കജം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ് എന്ന ആശയം ലഭിക്കുന്ന പഴഞ്ചൊല്ല്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ചേർത്ത് എഴുതുക. കടൽ പ്ലസ് പുറം, കടപ്പുറം. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികൾ. വേദത്തെ സംബന്ധിച്ചത് വൈഹികം, വൈദികം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീതം ശാശ്വതം. നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായങ്ങൾ ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുക, മുഴുവൻ കൊള്ളയടിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഭഗവത്ഗീത. വിണ്ടലം. പിരിച്ചെഴുതുമ്പോൾ വിൻ പ്ലസ് തലം. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദം തലയിലെ വേദന. ചന്ദനം എന്ന വാക്കിന്റെ സമാന പദം മാലയം. അനപദ്യൻ എന്ന പദത്തിന്റെ അർത്ഥം സന്തതിയില്ലാത്തവൻ. താഴെ പറയുന്നവയിൽ ശരിയായ പദം കവയിത്രി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം പുരുഷന്മാർ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കി പറയുക. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് പിഞ്ഞാണത്തിന്റെ വർണ്ണം. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആര്? അശ്വത്ഥാമാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് ചിത് പ്ലസ് മുദ്ര. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? ശരിയായ പദം എഴുതുക. ഉദ്ഘാടനം. ഭാഗികത്തിന്റെ വിപരീതം സമഗ്രം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു. നീഹാരം പര്യയം മഞ്ഞ്. കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം അവസാനത്തെ പ്രവൃത്തി. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ നടപടിക്രമം. വാക് പ്ലസ് മയം വാഗ്മയം. അവൻ പിരിച്ചെഴുതുക ആ പ്ലസ് അൻ. പൂജക ബഹുവചനം ആചാര്യർ. ശരിയായ വാക്യമേത്? ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയല്ലാത്ത രൂപമേത്? ജാള്യത. മകൾ എന്ന അർത്ഥമുള്ള പദം തനയ. രവം വിപരീത പദം എഴുതുക. നീരവം. അന്ധ പ്ലസ് ചിദ്രം ചേർത്ത് എഴുതുമ്പോൾ അന്ധഛിദ്രം. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ.
ജിജ്ഞാസു. കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക കിങ്കരി. അലിംഗ ബഹുവചനം മിടുക്കർ. വാഗ്മയം പിരിച്ചെഴുതുക വാക് പ്ലസ് മയം. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് കുരുടന്മാരോടരുത്. ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക നെല് പ്ലസ് മണി. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. ചിലർ എന്ന പദം ഏത് വചനമാണ്? അലിംഗ ബഹുവചനം. പല്ലവ പുടം വിഗ്രഹിച്ചെഴുതുക പല്ലവത്തിന്റെ പുടം. സമാനമായ പദം എഴുതുക മഞ്ഞ് പ്രാലേയം. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏണം. ശരിയായ വാക്യം ഏത്? നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീത പദം കുപ്രസിദ്ധം. ഒറ്റപ്പദം. അറിയാൻ ആഗ്രഹമുള്ള ആൾ ജിജ്ഞാസു. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിലുപയോഗിക്കുന്നത് കടവടുപ്പിക്കുക. പ്രാചി എന്ന വാക്കിന്റെ വിപരീതം പ്രതീചി. ശാരിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്തത് ചകോരം. ശാരിക എന്ന പദത്തിന്റെ പര്യായമാണ് കീരം, ശുകം, കിളി എന്നിവ. വീട് പ്ലസ് പണി ചേർത്തെഴുതിയാൽ വീടുപണി. കേമൻ പിരിച്ചെഴുതിയാൽ കേമം പ്ലസ് അൻ. കർത്തൃ എന്ന പദത്തിന്റെ പുല്ലിംഗം കർത്താവ്. തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം തങ്ക. സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ എന്നതിന്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? അത്. വിവാഹം ചെയ്ത ഭാര്യയോടുകൂടി പാർക്കുന്നവൻ എന്നർത്ഥം വരുന്നത് ഗൃഹസ്ഥൻ. മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? പൂജക ബഹുവചനം. ഉൽഗതി എന്ന പദത്തിന്റെ വിപരീതം അധോഗതി. മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ മലർ പ്ലസ് അമ്പൻ. രാത്രി എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് നിശ. ത്രിയാമ, ക്ഷണത, ക്ഷണപ്രഭ എന്നിവ രാത്രിയുടെ പര്യായങ്ങളാണ്. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ഇംഗ്ലീഷിനെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. വെണ്ണീറ് എന്ന പദം പിരിച്ചെഴുതിയാൽ വെൾ പ്ലസ് നീര് നീറ്. ശരിയായ പദം കണ്ടെത്തുക. അതിഥി. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു അവസ്ഥയെയോ വസ്തുതയെയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല്. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, പനിക്കു പട്ടിണി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ തർജ്ജമ ഇവയൊന്നുമല്ല. വിയോഗം വിപരീതം സംയോഗം. വിഗഹം പര്യായപദം പക്ഷി. ചേർത്തെഴുതുക ദു പ്ലസ് ജനം ദുർജനം. ശരിയായ ജോഡി മഞ്ഞ് നീഹാരം തുഷാരം. എതിർലിംഗം എഴുതുക ഭൃത്യ ഭൃത്യൻ. പിരിച്ചെഴുതുക അവൻ ആ പ്ലസ് അൻ. ശരിയായ പദം എഴുതുക ആഖ്യാനം. കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് നാടോടുമ്പോൾ നടുവേ ഓടണം. എവരി പോട്ടർ പ്രൈസസ് ഇറ്റ്സ് ഓൺ പോട്ട് എന്ന ശരിയായ പരിഭാഷ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. പ്രേഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം പ്രേഷക. നിഷ്ഫലയത്നം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാകദന്ത ഗവേഷണം. നിരാമയം പിരിച്ചെഴുത്ത് നിർ പ്ലസ് ആമയം. സമത എന്ന വാക്കിന്റെ സമാനർത്ഥമുള്ളത് തുല്യത. 12 വർഷക്കാലം എന്നതിന്റെ ഒറ്റപ്പദം വ്യാഴവട്ടം. താഴെ കൊടുത്തവയിൽ ബഹുത്വസൂചന നൽകുന്ന പദം ചൊന്നവർ. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക അഷ്ടമുടി. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. ഈ വരികളുടെ സമാനാശയം വരുന്ന പഴഞ്ചൊല്ല് പാലോടു ചേർന്ന വെള്ളവും പാലാകും. പ്രിമിറ്റീവ് പ്രാകൃതമായ. കാട് കാനനം ഗഹനം വിപിനം. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞു. നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. വലിയ മേന്മ നടിക്കുക. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുക്കുക. വളരെയധികം സംസാരിക്കുന്നവൻ അതിവാചാലൻ. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക. അന്തസ്സ്. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം അനശ്വരത നശ്വരം. നദിയുടെ പര്യായം അല്ലാത്തത് പാഥേയം. വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക വാഗ്മയം. പലവുരു പിരിച്ചെഴുതുക പല പ്ലസ് ഉരു.
സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ദ്വിവചനം. മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് PV ആൽവി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു.